GCC കൺട്രികളിൽ ഏറ്റവും മനോഹരമായ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഗൂഗിൾ അമ്മച്ചി വരെ പറയുന്നത് ഒമാനാണെന്നാണ്. ഒമാനിലെ ഞാൻ കാണുന്ന മനോഹരമായ കുറച്ച് കാഴ്ചകൾ ചെറിയ ചെറിയ വീഡിയോസ് ആക്കി എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒമാനിലെ ഏറ്റവും വലിയ പള്ളിയുടെ ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കാണുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ മസ്കറ്റിലെ മത്ര കോർണിഷാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു വൈകുന്നേരത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ മത്രയുടെ ഏകദേശം ഒരു വ്യൂ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ കഴിയും. ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയത്. ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ ഫുള്ളൊന്നും വരുന്നില്ല, കുറച്ചൊക്കെ കാണാം. ഈ കാണുന്നത് മത്ര സൂക്കാണ്. ഈ സൂക്കിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ദുബായിലെ ഗോൾഡ് സൂക്കിൻ്റെ അത്രയൊന്നും വരില്ലെങ്കിലും ഇവിടെയും കാണേണ്ടതായ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്തു വെക്കുക. കാരണം ഒരുപാട് വീഡിയോസ് നിങ്ങൾക്കായി വെയിറ്റിംഗ് ആണ്. ഈ മനോഹരമായ ഒമാൻ അതിൻ്റെ ഭംഗി ഒട്ടും തന്നെ കുറേ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എൻ്റെ വീഡിയോസിൽ ഒരുപാട് മിസ്റ്റേക്സും ലാഗൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു റീല് പോലും ചെയ്തിട്ടില്ലാത്ത ഒരുത്തം തുടങ്ങിയ യൂട്യൂബ് ചാനലാണിത്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മത്രയുടെ ഉള്ളിലേക്ക് ഇറങ്ങി കോർണിഷ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഈ വീഡിയോ എടുക്കുന്ന സമയം ഇതിൻ്റെ ഓഫുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം, അതായത് മത്ര, ഇതാണ് ഈ മസ്കറ്റിലെ ഏറ്റവും വലിയ സീ സ്പോട്ട്. പണ്ട് തൊട്ടേ കടൽ വഴിയുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ നടക്കുന്നത് മസ്കറ്റിൽ ഇവിടെയാണ്. പിന്നീട് കാലക്രമേണ ഇവിടെ ഒരു കോർണിഷൊക്കെ ഉണ്ടായി വരികയായിരുന്നു തോന്നുന്നു. സത്യത്തിൽ എനിക്കറിയില്ല. ആ കിടക്കുന്ന കപ്പൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കപ്പലാണ്. വീഡിയോയിൽ കാണുമ്പം അതിൻ്റെ വലിപ്പം അത്ര കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. ഈ ഷോപ്പിൻ്റെ ഡിസ്പ്ലേക്കായിട്ടാണെന്ന് തോന്നുന്നു 2 പെയിൻറ്റിങ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒമാൻ വിസിറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ മസ്കറ്റിൽ വരികയാണെങ്കിൽ തീർച്ചയായും വന്ന് കണ്ടിട്ട് പോകേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് മത്ര. ആ കുന്നിൻ്റെ മുകളിൽ കാണുന്നതാണ് മത്ര ഫോർട്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അന്യായ വ്യൂ ആണ്. മത്ര ഫുള്ളായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ മുകളിൽ കയറാൻ വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് 3 റിയാലാണ് ചാർജ്. അതുപോലെ റെസിഡൻറ്റ് കാർഡ് ഉള്ളവർക്കാണെങ്കിൽ 2 റിയാലാണെന്ന് തോന്നുന്നു. ഇവന്മാർ ഇവിടെ നിന്ന് എടുത്ത് വെള്ളത്തിൽ ചാടുന്നുണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ കോർണിഷ് ഒരുപാട് ലോങ് ആണ്. ഇതിൻ്റെ പകുതി നടന്നപ്പോൾ തന്നെ തളർന്നു. സത്യം പറഞ്ഞ പകുതി പോലും എത്തിയിട്ടില്ല. ആ സൂക്കിൻ്റെ അവിടുന്ന് ഒരു 1/4 ഭാഗം മാത്രമേ നടന്നിട്ടുള്ളൂ. GCC കൺട്രികളിലെ ഏറ്റവും മനോഹരമായ രാജ്യം ഒമാനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും തോന്നിക്കാണും, ദുബായി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒമാൻ എന്താ, ഒമാനിലൊന്നും ഇല്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ പറയാനുള്ളതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മറ്റ് GCC കൺട്രികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് UAE, കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ, അതൊക്കെ നോക്കുകയാണെങ്കിൽ പോലും ഇവയിൽ നിന്നെല്ലാം ഒമാനെ വ്യത്യസ്തമാക്കുന്നത് ഒരു ഒറ്റ കാര്യത്തിലാണ്. കാര്യം വേറൊന്നുമല്ല, ഈ മറ്റുള്ള രാജ്യങ്ങളൊക്കെയും ഭംഗിയാവുന്നത് അതിലെ മനുഷ്യർ ഓരോന്ന് ചെയ്ത് എടുത്തിട്ടുള്ള കാര്യങ്ങളിലാണ്. അതായത് ഭരണാധികാരികൾ ഒരുപാട് പൈസ മുടക്കി രാജ്യത്തിൻ്റെ ഭംഗി കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒമാന് അതിൻ്റെ ഒരു ആവശ്യമില്ല. കാര്യം ഓൾറെഡി ദൈവം അറിഞ്ഞ് തന്നെ ഒരുപാട് ഭംഗിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സലാല മാത്രം നോക്കിയാൽ മതി ഒമാൻ്റെ ഭംഗി എന്താണെന്ന് മനസ്സിലാവാൻ. നമ്മൾ
ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്ന കേരളത്തിൻ്റെ അതേ തനി പകർപ്പാണ് സലാല എന്ന് പറയുന്നത്. മറ്റൊരു GCC കൺട്രികളിലും കാണാൻ കഴിയാത്ത പലതരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് സലാലയിൽ കാണാൻ കഴിയും. അതുമാത്രമല്ല, മരുഭൂമി മാത്രം പ്രതീക്ഷിച്ച് GCC കൺട്രി കാണാൻ വരുന്നവരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഒമാനിലുള്ളത്. ടൂറിസത്തിന് പറ്റിയ രാജ്യമാണ് ഒമാൻ എങ്കിൽ പോലും ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ പിന്നിലാണ് ഒമാൻ. അതിനി പതിയെ ഡെവലപ്പായി വരുമായിരിക്കാം, വരണമല്ലോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദുബായ് ഫൗണ്ടെയിൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ആ ദുബായ് ഫൗണ്ടെയിൻ എത്രത്തോളം വലുതാണെന്നും എത്രത്തോളം ബെറ്റർ ആയിട്ടാണ് അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് ആ വീഡിയോസിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ അതും ഈ കാണുന്ന ചെറിയ ഈ വാട്ടർ ഫൗണ്ടെയിനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അത്രത്തോളം വ്യത്യാസമുണ്ട് ഒമാനിലെ ഡെവലപ്മെൻറ്റ്സും മറ്റ് GCC കൺട്രികളെ വെച്ച് കമ്പയർ ചെയ്തെങ്കിലും ഞാൻ ഒരു രാജ്യത്തെയും താഴ്ത്തി പറഞ്ഞതല്ല. ഫ്യൂച്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ ഒമാനിലും വരും. ഇപ്പോൾ കാണുന്ന ദുബായ് പോലെ ആയി മാറും ഒരു ദിവസം ഒമാനും. അപ്പോൾ ടൂറിസമൊക്കെ ഒരുപാട് മെച്ചപ്പെടും. മത്രയിലെ കോർണിഷിൻ്റെ വീഡിയോയിൽ മത്രയെ പറ്റി ഒന്നും പറയാതെ വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാകും. സത്യം പറഞ്ഞാൽ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് പോലും എനിക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് വിട്ടിട്ട് കുറച്ച് ഒമാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ട് വെറുതെ പോകാതെ ഒരു ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് പോയാൽ വളരെ ഉപകാരമായിരിക്കും. പറ്റുമെങ്കിൽ 1-2 പേർക്കൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതും വളരെ ഉപകാരമായിരിക്കും. മത്രയുടെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരുപാട് ഇനിയും ബാക്കിയാണ്. നേരിട്ട് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.